കോലാഹലം മൂവിയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ സിനിമയ്ക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് ഇതിലെ കഥാപാത്രങ്ങളൊക്കെ പുതുമുഖങ്ങളാണെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ ഒരു 8-10 സിനിമ എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. മാത്രമല്ല അത് ചെറിയ ബഡ്ജറ്റിൽ ഇറങ്ങിയ സിനിമയാണെന്നും മനസ്സിലായി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം അപ്പോൾ അങ്ങനെ വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ സിനിമയ്ക്ക് പോയി. അങ്ങനെ സിനിമ തുടങ്ങിയപ്പോൾ തന്നെ ഒരു സംഭവങ്ങളൊക്കെ ഇതിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഉറപ്പായി അതുമായി ബന്ധപ്പെട്ട് സിനിമ അങ്ങനെ ഒരു 8-10 മുന്നോട്ട് പോകുന്നത് ഉറപ്പായി. അങ്ങനെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ശരിക്ക് കോമഡി മൂവിയാണെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് വലിയ ചിരിയൊന്നും വന്നില്ല കേട്ടോ. ഇതിലൊരു 2 കോമഡി, ഒന്ന് വന്നിട്ട് മരിച്ചു കിടക്കുന്ന ആൾ പുറത്തേക്ക് വന്നിട്ട് ഇവിടുന്ന് വിളിച്ചിട്ട് പിന്നെയും പോയി മരിച്ചു കിടക്കുമോ എന്നൊരു ഡയലോഗുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ പ്രേക്ഷകർ പലരും ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ അതിന് എനിക്ക് ചിരി വന്നു കേട്ടോ. ചില കാര്യങ്ങൾക്ക് എനിക്ക് പെട്ടെന്ന് ചിരി വരും. പിന്നെ അതേപോലെ സന്തത സഹചാരിയാണോ, കൂടെ എപ്പോഴും ഉണ്ടാവും പക്ഷെ സഹചാരിയല്ല, അങ്ങനത്തെ ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നു. 1-2 കാര്യങ്ങൾക്ക് എനിക്ക് ചിരി വന്നു, ഞാൻ കുറച്ച് ചിരിച്ചു. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ്, അതിലേക്കൊക്കെ ഞാൻ വരാം. അപ്പോൾ ഈ സിനിമ അങ്ങനെ തുടക്കത്തിൽ ഒരു വലിയ പ്രതീക്ഷയൊന്നും തരാതെ മുന്നോട്ട് പോയപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പ്രഭാകരൻ എന്നൊരു കഥാപാത്രം കയറി വന്നു, പ്രഭാകരൻ മാമ. അപ്പോൾ അങ്ങനെ കാണിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇൻട്രൊഡക്ഷനൊക്കെ ഭയങ്കരമായിരുന്നു. ഇങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നൊരു പ്രതീക്ഷ പോലത്തെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ ആളെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇയാൾ ഇനി എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്ന്. പക്ഷേ അദ്ദേഹത്തെ കാണിക്കുമ്പോൾ തന്നെ മദ്യപിച്ചിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് അദ്ദേഹത്തിന് ആടിക്കുഴഞ്ഞ് ചെയ്യാനുള്ളത്. അത് നന്നായിട്ട് ചെയ്തു, നാച്ചുറലായിട്ട് ചെയ്തു. അതിനുശേഷം പെട്ടെന്ന് പ്രഭാകരൻ മാമയുടെ ആ ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം പിന്നെ മദ്യപിച്ചല്ലാത്ത അവസ്ഥയിലുള്ള സംഭവങ്ങളുണ്ട്. എല്ലാം തന്നെ കക്ഷി നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട്. അവസാനമാകുമ്പോഴേക്കും കക്ഷിയുടെ അവസ്ഥ ഒരു എന്താ പറയുക, ഒരു മണ്ടത്തരം പോലത്തെ ഒരു അവസ്ഥയിൽ, ഒരു കോഞ്ഞാട്ട അവസ്ഥയിൽ എത്തുന്നുണ്ട്. ആ അവസ്ഥയിലും അങ്ങേര് വളരെ നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ ശരിക്ക് ഹീറോ എന്ന് പറയുന്നത് സന്തോഷ് പുത്തനാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ ഹീറോ. പക്ഷേ എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പ്രഭാകരൻ മാമയാണ്. കക്ഷി പൊളിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങേരുടെ ഓരോ ഭാവങ്ങളായി ചെയ്തിരിക്കുന്നത് സ്വാതി മോഹനനാണ്. പുള്ളിയെ ഞാൻ ഇതിനു മുമ്പൊന്നും സിനിമകളിൽ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള നടന്മാർ എന്തേ വഴുകുന്നത് സിനിമയിൽ ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടില്ല. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങേരെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. വേറെ സിനിമകളിൽ ഇങ്ങേരൊക്കെ എന്തിനാ വഴുകുന്നത്? നല്ലൊരു നടനാണ്. അങ്ങേര് വന്നത് മുതൽ അദ്ദേഹത്തിന് കൊടുത്ത ഇൻട്രൊഡക്ഷനൊക്കെ സത്യത്തിൽ വേണ്ടതായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. കക്ഷി പൊളിച്ചിട്ടുണ്ട് കേട്ടോ. പ്രഭാകരൻ മാമ ഒരു 1-1.5 പ്രഭാകരൻ മാമ തന്നെ. അങ്ങേരെയാണ് എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങേര് കുറേ സിനിമകൾ ചെയ്യണമെന്ന് ഈ സിനിമ കണ്ടപ്പോൾ ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ അങ്ങേര് ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ സന്തോഷ് പുത്തനാണ് ഇതിൽ ഹീറോ എങ്കിലും അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ഒരു നോർമലായിട്ട് പോകുകയാണ്. എന്നാലും അങ്ങേരുടെ കഥാപാത്രം നായക നിരയിൽ തന്നെയാണ് ഈ സിനിമയിൽ അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അവസാനമാകുമ്പോഴൊക്കെ പുള്ളിയുടെ സംഭവമൊക്കെ നന്നായി, ആദ്യം മുതലേ കുഴപ്പമില്ല, എന്നാലും അങ്ങേരും നന്നായി ചെയ്യുന്നത്. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും തന്നെ പുതുമുഖങ്ങൾ തന്നെയാണ്. ഇതിൽ ഒരു പ്രിയ ശ്രീജിത്ത്, പിന്നെ ഒരു താടി വെച്ച ഒരു ആൾ വരുന്നുണ്ട്. അങ്ങേരൊക്കെ ഇതിനു മുമ്പ് സിനിമകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ബാക്കി എല്ലാവരും തന്നെ പുതുമുഖങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. അവരെല്ലാവരും തന്നെ, ഞാൻ സിനിമ തുടങ്ങുമ്പോൾ തന്നെ പുതുമുഖങ്ങളായതുകൊണ്ട് തന്നെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ ആകെ കുളമാക്കിയിട്ടുണ്ടാവും. എന്തൊക്കെയോ കാണിച്ചു കൂട്ടി നിൽക്കും ക്യാമറയുടെ മുന്നിൽ നിന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെയൊന്നുമല്ല. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് റഷീദ് പറമ്പിലാണ്. റഷീദ് പറമ്പിൽ അതിനൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം പലതവണ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടാണോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതിലെ കഥാപാത്രങ്ങളൊക്കെ സ്ക്രീൻ പ്രസൻസിനും കുഴപ്പമില്ല. അവരുടെ ഭാഗങ്ങൾ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത്, അതേപോലെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത് വിശാൽ വിശ്വനാഥനാണ്. കക്ഷി കുഴപ്പമില്ലാത്തൊരു കഥ തന്നെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ സ്ക്രീൻ പ്ലേയും കുഴപ്പമില്ല. പക്ഷേ ഇതിൽ ഒരു ലവ് ഫെയിലിയറായ കാമുകൻ വരുന്നുണ്ട്. അതേപോലെ 2 കാമുകന്മാർ, ചെറിയ പയ്യന്മാരൊക്കെ, പയ്യനും പെൺകുട്ടിയും വരുന്നുണ്ട്. അവരുടെ ഭാഗങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ
ടൈം പാസിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന പോലെ ആയിപ്പോയി. അതിന് പകരം അവരുടെ ഭാഗങ്ങളിൽ വേറെ എന്തെങ്കിലും ഈ സിനിമയുടെ ഉദ്ദേശം എന്താണോ അതിനനുസരിച്ചുള്ള സംഭവങ്ങൾ അവിടെ വെക്കാമായിരുന്നു എന്ന് തോന്നി. എന്തായാലും ഒരു സിനിമയിൽ എവിടെയെങ്കിലുമൊക്കെ ടൈം പാസിങ്ങിനായിട്ട് എന്തെങ്കിലും ഒന്ന് വെക്കുമല്ലോ, ഒരു പാട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പാട്ടും ഇതിലുണ്ട്. അപ്പോൾ അവരുടെ ഭാഗങ്ങൾ ഒന്നുകൂടി വേറെ എന്തെങ്കിലും ആയാൽ മതിയായിരുന്നു എന്ന് തോന്നി. അപ്പോൾ ഒരു ലേഗോ അല്ലെങ്കിൽ നമുക്കൊരു ഇത് തോന്നില്ലായിരുന്നു. പക്ഷെ എന്നാലും അവരുടെ ഭാഗങ്ങൾ അങ്ങനെ പോയി. ഈ സിനിമയുടെ വിഷയം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമഡി എനിക്ക് അങ്ങനെ തോന്നിയില്ല. നേച്ചുറലായിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുമായി ബന്ധപ്പെട്ടവർ, ബന്ധുക്കൾ, മിത്രങ്ങൾ, നാട്ടുകാരൊക്കെ അയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേച്ചുറലായിട്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഈ കോലാഹലം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സിനിമയുടെ സംഭവം കഥയൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലായിക്കോളൂ, ഞാൻ അതിലേക്ക് വരുന്നില്ല. പക്ഷേ ആ ഒരു നാച്ചുറൽ കാര്യങ്ങൾ ഇവർ നന്നായിട്ട് സ്റ്റോറി എഴുതി നന്നായി ഡയറക്റ്റ് ചെയ്ത് ഇതിലെ കഥാപാത്രങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ സംശയിക്കാനേ ഇല്ല. അത് 100% എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷേ കോമഡി കാര്യമായിട്ട് തോന്നിയില്ലെങ്കിൽ ആ കാര്യങ്ങൾ ഓക്കെ ആയിരുന്നു. പിന്നെ ഈ സിനിമയുടെ അവസാനത്തെ ആ ഒരു ട്വിസ്റ്റ്, അതായത് ക്ലൈമാക്സ്, അത് ഗംഭീരമായിട്ടോ. ഞാനത് വിചാരിച്ചില്ല. ഇതെന്താ, എനിക്ക് മനസ്സിലായില്ല ഇതെന്താണ് ഇങ്ങനെ ഒരു സാധനവുമായിട്ട് ഒരാളിങ്ങനെ പോകുന്നത് വിചാരിച്ചു. പിന്നെയല്ലേ മനസ്സിലാകുന്നത് പാമ്പ് എന്തായാലും പാമ്പാണെങ്കിൽ കൊത്താതിരിക്കുമോ, അതാണ് സിനിമയുടെ അവസാനം കാണിച്ചിരിക്കുന്നത്. അത് നന്നായിരുന്നു, എനിക്കത് ഇഷ്ടമായി. ഞാൻ വിചാരിച്ചു അവസാനം ഈ കഥാപാത്രത്തെ കൊണ്ടുപോയിട്ട് ഇങ്ങനെയൊക്കെ പോയിട്ട് എവിടെ എത്തുന്നത്, പാമ്പാണെങ്കിൽ എന്തായാലും കൊത്തും, അതതിൽ കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു മരിച്ച വീട് ഒക്കെ വരുമ്പോൾ അതിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും അതൊക്കെ നന്നായിട്ടുണ്ട്. കഥാപാത്രങ്ങളും കാര്യങ്ങളൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഞാനൊരു വലിയ താല്പര്യമില്ലാതെ പോയെങ്കിലും ഇതിൻ്റെ ആ നാച്ചുറലായ കാര്യങ്ങളും മറ്റുമൊക്കെ എനിക്ക് ഓക്കെ ആയി, എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ എബോവ് ആവറേജിലാണ് നിൽക്കുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എന്തായാലും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ചിലർ സിനിമയ്ക്ക് പോകുന്നത് നല്ല ആക്ഷൻ അല്ലെങ്കിൽ നല്ല സ്റ്റാർസ് ഒക്കെ വേണം പറഞ്ഞിട്ടായിരിക്കും ഈ സിനിമയ്ക്ക് പോവുക. കഥാപാത്രങ്ങളൊക്കെ പുതുമുഖങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് പടം എന്നൊക്കെ പറയും. ഞാൻ അങ്ങനെയല്ല, സിനിമയിൽ അവരെന്ത് ചെയ്യുന്നോ ആ സിനിമ എനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന് തന്നെ പറയും. ഈ സിനിമ ഇഷ്ടമായില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അതിനുള്ള കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാൾ മരിച്ച മറ്റൊരു മതസ്ഥൻ ആ ആളുടെ സംഭവങ്ങൾ, മരിച്ച ആളുടെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ അതൊക്കെ ഒന്നുമില്ല, സംഭവത്തിലൊന്നുമില്ല, ഡെഡ് ബോഡി തന്നെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട്. അതേസമയം എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് പറയാനും കഴിയില്ല. എനിക്കെന്തായാലും എബോവ് ആവറേജ് ആയിട്ട് തോന്നി.